നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഇവരുടെ വചനത്താൽ വിശ്വസിക്കാനുള്ളവർക്കായി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഇവിടെ കർത്താവായ യേശു പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ അത് ക്രിസ്തുമതക്കാർ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ദുരുപദേശത്തിന് എതിരാണ്. ക്രിസ്തുമതക്കാർ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു ദുരുപദേശം എന്ന് പറയുന്നത്, ദൈവം പാപമോചനത്തിൻ്റെ അധികാരം പത്രോസിന് നൽകിയിരിക്കുന്നു. പിന്നെ അവർ അതിനെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്, പത്രോസ് കൈവച്ച് ആക്കുന്നവർക്കൊക്കെ ഈ പാപമോചന അധികാരമുണ്ട്. അവർ മരിക്കാൻ നേരത്ത് അവർ കൈവെക്കുന്നവർക്കാവുണ്ട്. അങ്ങനെ കൈവപ്പിനാൽ ഇങ്ങനെ ഈ പാപമോചന അധികാരം, അതായത് ക്രിസ്തീയ നേതാക്കന്മാർക്ക് ഉണ്ടായിരിക്കും. അതാണ് പാപമോചനത്തിൻ്റെ മാർഗം, അതാണ് സ്വർഗത്തിൽ പോകാനുള്ള മാർഗം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവർ, പത്രോസ് അതല്ലല്ലോ ചെയ്തത്. പെന്തക്കോസ്ത് നാളിൽ ആളുകളോട്, നിങ്ങൾ എൻ്റെ അടുക്ക വരിക, യേശു എനിക്ക് അധികാരം തന്നിട്ടുണ്ട്, ഞാൻ തലേ കൈവച്ച് എല്ലാവർക്കും പാപമോചനം തരാമെന്നല്ലല്ലോ പറഞ്ഞത്. പത്രോസ് യേശുവിനെ വിശ്വസിക്കണം. പിതാവ് കാണിച്ചു തന്ന പുരുഷനായ യേശുവിനെ നിങ്ങൾ കുരിശിൽ തൂക്കി കൊന്നു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു. ദാവീദിൻ്റെ കല്ലറയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കലേക്ക് പോയിരിക്കുകയാണ്. പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ചിലർ അന്യഭാഷ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ശക്തി പ്രാപിച്ച് സുവിശേഷം അറിയിക്കുന്നത്. നിങ്ങൾ യേശുവിനെ രക്ഷകനായി കൈക്കൊണ്ടാൽ, എന്നിട്ട് നിങ്ങൾ വേർപെടാൻ തയ്യാറായാൽ നിങ്ങൾക്കും ഈ പരിശുദ്ധാത്മാവിനെ കിട്ടും എന്നാണ് പത്രോസ് പറഞ്ഞത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് ഞാൻ പാപമോചനം തരാമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങൾ യേശു ക്രിസ്തുനാമത്തിൽ സ്ഥാനം ഏൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാലുള്ള ആത്മീയ ജീവിതവും ശുശ്രൂഷയും കിട്ടുമെന്നാണ് പത്രോസ് പ്രസംഗിച്ചത്. കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ അത് തന്നെയാണ് പത്രോസ് പറഞ്ഞത്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ യേശു ആണെന്ന് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് പറഞ്ഞു. അല്ലാതെ സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു, നീ പാപങ്ങളെ മോചിച്ചു, നീ ആർക്കെല്ലാം മോചിച്ചു കൊടുത്താൽ അവർ മോചിക്കപ്പെട്ടവരായി സ്വർഗത്തിൽ വരും, നീ മോചിക്കുന്നില്ലേ അവർ നരകത്തിൽ പോകുക എന്നല്ല യേശു പറഞ്ഞ വാക്കിൽ നിന്ന് പത്രോസ് ഗ്രഹിച്ചത്. സുവിശേഷം പറയാനുള്ള അധികാരം തരുന്നു. അത് പിന്നീട് യേശു മറ്റപ്പോസ്തലന്മാർക്കും കൊടുത്തു. അവരോടും പറഞ്ഞു, നിങ്ങളാരുടെ പാപം നിർത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങളാരുടെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്ന സുവിശേഷത്താലാണ് ആളുകൾ പാപമോചനം കിട്ടുന്നത്. അത് വിശ്വസിക്കുന്നതിനാലാണ്. ഇവിടെ യേശു വ്യക്തമായിട്ട് പറയുകയാണ്, ഇവരുടെ വചനത്താൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി. അല്ലാതെ പത്രോസിൻ്റെ കൈവപ്പിനാൽ എന്നല്ല. എല്ലാ ശിഷ്യന്മാരുടെയും യേശു അന്ത്യനിയോഗത്തിൽ പറഞ്ഞതെന്താ? ലോകാവസാനത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? പോകണം, പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ ധ്യാനപ്പെടുത്തണം, ഞാൻ നിങ്ങളെ കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ച് എല്ലാവരെയും ശിഷ്യരാക്കണം ലോകാവസാനം വരെ. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ ഇങ്ങനെ സുവിശേഷം കൈമാറി ഏറ്റെടുത്ത് അത് പ്രസംഗിക്കുന്നതിനാൽ വിശ്വസിപ്പാൻ ഇരിക്കുന്ന, ലോകത്തിൻ്റെ അന്ത്യം വരെ വിശ്വസിപ്പാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ വചനത്താൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്ന് ലോകത്തെമ്പാടും
വിവിധ വാർത്താ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടി വിയിലൂടെ സുവിശേഷം, അതുപോലെ റേഡിയോയിലൂടെ സുവിശേഷം, അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ സുവിശേഷം, പിന്നെ പത്രമാധ്യമങ്ങളിലൂടെ ലിറ്ററേച്ചറിലൂടെ സുവിശേഷം, വീട് വീടാന്തരം കയറി പ്രസംഗിച്ചെന്ന് ആളുകൾ പറയുന്നു. കവലകളിൽ നിന്ന് ആളുകൾ പ്രസംഗിക്കുന്നു. കൺവെൻഷൻ സ്ഥലങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ ആളുകൾ പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ മാധ്യമങ്ങളും യേശുവിനായിട്ട് ഉപയോഗപ്പെടുകയാണ്. ഇത് കേട്ട ആളുകൾ മാനസാന്തരപ്പെടുന്നു, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, യേശു അവരെ ഏറ്റെടുക്കുന്നു, യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആളുകളെ നല്ലവരാക്കുന്ന, ഇതുപോലെ ആളുകളെ പ്രയോജനപ്പെടുത്തുന്ന വേറൊരു മാർഗം, വേറൊരു വ്യക്തി ലോകത്തില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.